ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമ്പന്ന നഗരങ്ങളിലൊന്നാണ് ദുബായ് എന്ന് കേട്ടിട്ടുള്ളത്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ബാങ്കുകൾ, ഈ കമ്പനികളൊക്കെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സേഫാണെന്നാണ് കരുതിയത്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ദുബായ് പോലും സേഫ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പലപ്പോഴും അവിടേക്ക് ഇറാൻ്റെയൊക്കെ ആയുധങ്ങൾ വന്ന് വീണു. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഉപരോധവും ആക്രമണവും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തിരിച്ചടി ഒരുപക്ഷെ ദുബായിലെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെയും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവർ അവിടെ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. പോയി തുടങ്ങി. കാരണം ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻസ് സെൻറ്റർ DIFC എന്ന് പറഞ്ഞിട്ട്, ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കേന്ദ്രമുണ്ട്. ആ DIFCയിലാണ് ബാങ്കുകൾ, ധനകാര്യ കേന്ദ്രങ്ങൾ, ഈ കൺസൾട്ടൻസീസ് ഉണ്ടല്ലോ, ഡിലോയിറ്റ്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC, ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ അവിടം വിട്ട് മാറുന്നു. ഗൾഫിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ദുബായിൽ നിന്ന് മാത്രമല്ല, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലത്തു നിന്നുമൊക്കെ PwCയും ഡിലോയിറ്റും ഒക്കെ അവരുടെ ജീവനക്കാരെ പിൻവലിച്ച് കഴിഞ്ഞു. ഗൂഗിളാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ദുബായിൽ ഈ DIFC അതുപോലെ ഔദ് മേത്ത തുടങ്ങിയ കേന്ദ്രങ്ങൾക്കൊക്കെ ആക്രമണ ഭീഷണിയുണ്ട്. ഈ ആക്രമണ ഭീഷണി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടെഹ്റാനിലെ സെപ്പ ബാങ്ക് അമേരിക്ക ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. പട്ടാളക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ദിവസം, ഈ ശമ്പള ബില്ലൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം അമേരിക്ക കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ സെപ്പ ബാങ്ക് ആക്രമിച്ചു. സെപ്പ ബാങ്കിൻ്റെ ഡിജിറ്റൽ സെക്യൂരിറ്റി സെൻറ്ററിലാണ് ആക്രമണം അമേരിക്ക നടത്തിയത്. ഹെഫാനി സ്ട്രീറ്റിലാണ് ആ ഡിജിറ്റൽ സെക്യൂരിറ്റി സെൻറ്റർ. പട്ടാളക്കാരുടെ ശമ്പളം തയ്യാറാക്കുകയായിരുന്നു. അതുപോലെ മെൽ ബാങ്ക് ഇറാനിലെ മെൽ ബാങ്കിനെയും അമേരിക്ക ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഇറാൻ ഈ ദുബായിൽ DIFC ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തത്. അതുപോലെ ബാങ്കുകളിൽ നിന്ന് 1 കിലോമീറ്റർ മാറി ജനങ്ങൾ താമസിച്ചാൽ മതി എന്ന മുന്നറിയിപ്പും ഇറാനിൽ നിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ഈ രാജ്യാന്തര സ്ഥാപനങ്ങൾ ദുബായിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഈ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ദുബായ് താമസിയാതെ വിടും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. FBI ഒരു മുന്നറിയിപ്പും ഉണ്ട്. ഇറാൻകാർ കാലിഫോർണിയയിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. തീരമേഖലയാണ് അവിടെ. അപ്പോൾ പടിഞ്ഞാറൻ തീരമാണ് അമേരിക്കയുടെ. അവിടെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കാലിഫോർണിയയിൽ ഇപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ആ തീരത്തുള്ള കാലിഫോർണിയൻ തീരത്ത് നിന്ന് അജ്ഞാത കപ്പലുകളിൽ നിന്നായിരിക്കും ആക്രമണം എന്ന്. അപ്പോൾ ദുബായിലെ ധനകാര്യ കേന്ദ്രങ്ങളിലല്ല, അമേരിക്കയിൽ പോലും ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏതൊക്കെയായിരിക്കും ടാർഗറ്റുകൾ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഈ കാലിഫോർണിയയിൽ സമയം പറഞ്ഞിട്ടില്ല, രീതികൾ പറഞ്ഞിട്ടില്ല എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ജാഗ്രത നിർദ്ദേശം ഉണ്ട്. ഇത് മെക്സിക്കൻ ഡ്രഗ് കാർട്ടലുകൾക്ക്, മെക്സിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഡ്രോണുകളുണ്ട്. അവരെയാണോ ഉപയോഗിക്കുക എന്നുള്ള സംശയമുണ്ട്. മെക്സിക്കൻ അതിർത്തിയിൽ ആയിരിക്കും ഈ ആക്രമണം എന്നും കരുതുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുപോലെയാണ് ഈ ദുബായിലും ഭീഷണി വന്നിരിക്കുന്നത്. PwCയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഡിലോയിറ്റും ദുബായ് കൈയൊഴിഞ്ഞിരിക്കുന്നു. ദുബായ് വിടുന്നു. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ PwC കെട്ടുകെട്ടുന്നു. പൂട്ടി. ഇവിടെയൊക്കെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടൻസിയാണ്, അവർ പൂട്ടി. അതുപോലെ ദുബായ് ബിസിനസ് ഡിസ്ട്രിക്ട്സിൽ എല്ലാം അവരുടെ കേന്ദ്രങ്ങൾ പൂട്ടി.
DIFC വിടാൻ, അതായത് ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻസ് സെൻറ്റർ വിടാനായിട്ട് ഡിലോയിറ്റ് ജീവനക്കാർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ആ ഫിനാൻസ് സെൻറ്ററിൽ ഇരിക്കരുത് എന്നുള്ളത്. DIFCയിലെ മറ്റ് കമ്പനികളും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദുബായിലെ രാജ്യാന്തര ധനകാര്യ കേന്ദ്രം ഇൻ്റർനാഷണൽ സെൻറ്റർ വിജനമാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ സിറ്റി ബാങ്ക്, അതുപോലെ സിറ്റി ബാങ്കും ഇങ്ങനെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് DIFCയിലും ഔദ്മേത്തയിലും നിന്ന് വിടണം എന്ന്. അപ്പോൾ ഇറാൻ ഡ്രോൺ കഴിഞ്ഞ ദിവസം ബുർജ് ഖലീഫയ്ക്കടുത്ത് ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിരന്തരം ആക്രമണം ഇറാൻ്റെത് നടക്കുന്നുണ്ട്. അപ്പോൾ DIFCയിൽ ഒരാക്രമണം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പുണ്ട്, ഭീഷണിയുണ്ട്, അതിൻ്റെ ജാഗ്രതകളുണ്ട്. അപ്പോൾ ലോകത്തിലെ പ്രമുഖ ബാങ്കുകളും ധനസ്ഥാപനങ്ങളും ഒക്കെ ദുബായിലെ ഇൻ്റർനാഷണൽ ഫിനാൻസ് സെൻറ്ററിലാണ് പ്രവർത്തിക്കുന്നത്. KPMG കേരളത്തിലുമൊക്കെ അറിയുന്നതാണല്ലോ. KPMGയും ഉണ്ട്. ഇവർ പേടിക്കുന്നത് അവരുടെ ക്ലൗഡ് അക്കൗണ്ടുകളൊക്കെ നിർജ്ജീവമാകും എന്ന് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഈ എപ്പോഴും യുദ്ധം പുറപ്പെടാം. ഇറാനാണെങ്കിൽ അമേരിക്ക നിർത്തിയാലും യുദ്ധം നിർത്തില്ല, എന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും എന്നുള്ള അവസ്ഥ വന്നാൽ ഈ സ്ഥാപനങ്ങളൊക്കെ ദുബായ് മൊത്തത്തിൽ വിട്ട് സിംഗപ്പൂരിലേക്ക് കുടിയേറാൻ സാധ്യതയുണ്ടെന്നാണ് ധനകാര്യ മീഡിയ ഇതിലൊക്കെ റിപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ കുറേ രാജ്യാന്തര സ്ഥാപനങ്ങൾ അഹമ്മദാബാദിലെ, ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഈ IFSC ഇല്ലേ, ധനകാര്യ ബാങ്കിങ്ങിലെ IFSC കോഡ്, IFSC സൗകര്യം ഉള്ള സ്ഥലമാണ് ഈ അഹമ്മദാബാദിലെ ഗിഫ്റ്റ് സിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൂടി വരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരാനുള്ള മറ്റൊരു മാർഗം കൂടി. അതായത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കെടുതികൾ ഉണ്ടാവും. യുദ്ധത്തിൽ ഇത്തരം രാജ്യങ്ങൾ തന്നെ വിക്റ്റിമായിട്ട് വരുമല്ലോ. കാരണം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഈ രാജ്യങ്ങൾ മാറും. ഇപ്പോൾ പാകിസ്ഥാനിൽ ആരും ഒരു സ്ഥാപനവും തുടങ്ങില്ല. ഖത്തർ തന്നെ അവിടെ ഇല്ലേ, തുറമുഖം, കറാച്ചി തുറമുഖ വികസനത്തിൽ നിന്ന് ഖത്തർ മാറിപ്പോയി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഖത്തർ മാറിപ്പോയി, ഞങ്ങൾ ആ വികസന പദ്ധതിക്കില്ല എന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഏതെങ്കിലും രാജ്യാന്തര സ്ഥാപനം എന്തെങ്കിലും തുടങ്ങും. ദുബായ് ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എല്ലാ രാജ്യാന്തര ബാങ്കുകളും അവിടെ വന്ന് തമ്പടിച്ചിരുന്നു, കച്ചവടം മുൻനിർത്തി. ഇനിയിപ്പോൾ എപ്പോഴും ഈ യുദ്ധത്തിൻ്റെ കരുനിഴൽ ഉള്ളത് കൊണ്ട് ഞങ്ങളില്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഡിലോയിറ്റും PwCയും മറ്റ് ബാങ്കുകളുമൊക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നു. കാരണം അവർക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കണമല്ലോ. കച്ചവടം നടക്കുന്നില്ല എങ്കിൽ അവിടെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ദുബായ് നീങ്ങുന്നു. അത് മലയാളികളെ സംബന്ധിച്ചും ഖേദകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.